ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നമ്മുടെ പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു വിദൂര ദേശത്ത് അള്ളാഹുവിൻ്റെ വലിയായ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഒരു പ്രാവശ്യം പോലും റബ്ബായ അള്ളാഹുവിനോട് എതിരായി തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ ഒരു കൽപ്പനക്കും അയാൾ എതിരു പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെയുള്ള സമ്പൂർണമായി അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന പരിശുദ്ധനായ ഒരാൾ ഒരിടത്തുണ്ട് എന്ന് കേട്ടാൽ നമ്മൾ അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് അദ്ദേഹത്തിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടാവില്ലേ? അങ്ങനെയുള്ള ഒരു വിശുദ്ധനെ ലഭിച്ചാൽ നമ്മൾ അദ്ദേഹത്തെ കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യിപ്പിക്കൂലേ? തീർച്ചയായും അങ്ങനെ ഒരു സന്ദർഭം ലഭ്യമായാൽ നമ്മളത് പാഴാക്കില്ല. എന്നാൽ ഉടമസ്ഥനായ അള്ളാഹുവിനോട് തെറ്റുകുറ്റങ്ങളും എതിരൊന്നും ചെയ്യാത്ത അള്ളാഹുവിന്റെ സർവ കൽപ്പനകളും അനുസരിക്കുന്ന വിശുദ്ധരായ മലക്കുകൾ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, എന്തൊക്കെയാണോ കൽപ്പിച്ചത് അത് മുഴുവൻ ചെയ്യുന്ന, വിരോധിച്ചതെന്തോ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന, അതായത് കൽപ്പിച്ച ഒരു കാര്യത്തോടും അവരെതിര് പ്രവർത്തിക്കില്ല. എന്ത് പറഞ്ഞോ അത് അപ്രകാരം ചെയ്യുന്ന പരിശുദ്ധ മലക്കുകളുടെ പ്രാർത്ഥന ലഭ്യമാകുന്ന 8 സന്ദർഭങ്ങൾ, 8 സന്ദർഭങ്ങളിൽ മലക്കുകൾ നിനക്ക് വേണ്ടി പ്രാർത്ഥന നടത്തും. നിസ്കാരത്തിന് വേണ്ടി ഒന്നാമത്തെ സൊഫിൽ നീ നിൽക്കുന്ന സന്ദർഭത്തിൽ. 2 നിസ്കാരം കഴിഞ്ഞിട്ടും പള്ളിയിൽ തന്നെ, നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ തന്നെ ഇരിക്കുന്ന സന്ദർഭം. അങ്ങനെയുള്ള ആൾക്ക് വേണ്ടിയിട്ട് മലക്കുകൾ ദുആ ചെയ്യും. അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ഇഷ്ടപ്പെട്ട നിന്റെ ഒരു സുഹൃത്തുണ്ട്, അല്ലെങ്കിൽ നിന്റെ ഒരു സഹോദരനുണ്ട്, അവനെ നീ സന്ദർശിക്കുന്ന വേള, നിന്റെ ഒരു സഹോദരനെ കാണാൻ വേണ്ടി നീ പോയി, ആ സഹോദരനോട് നിനക്കുള്ള അടുപ്പം, നിനക്കുള്ള ബന്ധം, സൗഹൃദം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സഹോദരനെ നീ സിയാറത്ത് ചെയ്യുമ്പോൾ, സന്ദർശിക്കുന്ന സമയത്ത് നിനക്ക് അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കും. നിന്റെ സഹോദരന് വേണ്ടി അവനില്ലാത്ത സന്ദർഭത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യാം. ആ സഹോദരൻ അല്ലെങ്കിൽ ആ സുഹൃത്ത് നമ്മളുടെ അടുക്കലില്ല, അയാൾ വേറെവിടെയാണ്, അതായത് നമ്മളുടെ പ്രാർത്ഥന നടത്തുന്ന സന്നിധിയിൽ അദ്ദേഹമില്ല. ഇവിടെ ഇല്ലാത്ത സഹോദരന് വേണ്ടിയിട്ട് അവന്റെ അസാന്നിധ്യത്തിൽ വേണ്ടി പ്രാർത്ഥന നടത്തുന്ന സന്ദർഭം. രോഗിയെ രോഗസന്ദർശനം നടത്തുന്ന സന്ദർഭം. ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നീ താലീം ചെയ്യുമ്പോൾ, പഠിപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ. ശുദ്ധിയോടുകൂടി നീ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ, രാത്രി കിടന്നുറങ്ങുമ്പോൾ വുളൂ ചെയ്തുകൊണ്ട് ശുദ്ധി പാലിച്ചുകൊണ്ട് നീ കിടന്നുറങ്ങുന്ന സന്ദർഭം. നീ അത്താഴം കഴിക്കുന്ന സന്ദർഭത്തിൽ. സത്യവിശ്വാസിക്ക് അതീവ ശ്രേഷ്ഠന്മാരായിട്ടുള്ള മലക്കുകളുടെ ഭാഗത്ത് നിന്ന് പ്രാർത്ഥന ലഭ്യമാക്കാൻ പറ്റുന്ന ശ്രേഷ്ഠമായ സത്കർമ്മങ്ങളെയാണ് ഇവിടെ പറഞ്ഞത്.